അഭിഷേക് ജയദീപ്, അഭിഷേക് ശ്രീകുമാർ, ഇവരെ തമ്മിൽ ആദ്യം തന്നെ എനിക്ക് വേർതിരിച്ച് പറയല്ല. രണ്ടാളുകളുടെ പേരും ഏകദേശം അഭിഷേക് എന്നാണ്. ഇനി ശ്രീകുമാർ എന്നും ഈ ജയദീപ് എന്ന് പറയുന്നത് അവരുടെ അച്ഛന്മാരുടെ ഒക്കെ പേരായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ രണ്ടാർക്കും വേറെ വേറെ പരസ്പരം ഒരു പേരൊക്കെ വേണ്ടി വരും. അതിപ്പം എന്തായാലും ഒരു എന്താ പറയാ ബഹുഭൂരിപക്ഷം ആളുകൾ ചേർന്ന് ഈ ബിഗ് ബോസിന്റെ ആരാധകരും ഈ അഭിഷേക് കുമാറിന്റെ ആരാധകരൊക്കെ ചേർന്ന് ഇട്ടോളായിരിക്കും വിചാരിക്കാം. നമ്മളെ ഏതായാലും ആ കാര്യം വിഷയമാക്കുന്നില്ല. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഈ രണ്ടാൾക്കാർ തമ്മിൽ ഒന്ന് വേർതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ പക്ക ആണ്, അതായത് ആണ് എന്ന് പറയുമ്പം ആണെന്നും പെണ്ണെന്നും ഇനി രണ്ടും കെട്ടതെന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇനിയിപ്പോ രണ്ടും കെട്ടതെന്ന് പറയുമ്പോൾ ആ ഒരു ഭാഷ, ആ പ്രയോഗിക്കുന്ന ഭാഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലുള്ളൂ. ഞാനങ്ങനെ പറയുന്നതിൽ എനിക്കൊരു പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. കാരണം അവർ അതന്നെയാണെന്നുള്ളതല്ല പറയണത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ ജാൻമോഹനെയൊക്കെ നടക്കുന്ന പോലെ സർവം എന്താ പറയാ ഒരു സ്ത്രീന്റെ ഒക്കെ രൂപത്തിൽ നടക്കാം. ഇപ്പം ഈ അർജുൻ ജയദീപ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്നത് ആണിന്റെ രൂപവും ഈ സ്ത്രീകളുടെ മനസ്സൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാള്. അതിനിപ്പം ഈ കമ്മ്യൂണിറ്റി ഉള്ളിൽ തന്നെ ഒരുപാട് ടീംസ് ഉണ്ട്. ഈ ലെസ്ബിയൻസ്, ഗ്യാസ്, ലിക് ചെയ്യുന്ന ആളുകള്, മൃഗഭോഗികള്, പണ്ട് പഴയ കാലത്ത് ഈ അണ്ടനെന്നും അല്ലെങ്കിൽ മച്ചിനെന്നൊക്കെ വിളിച്ച് പരിഹസിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ എന്താ പറയാ കുട്ടികളില്ലാത്ത സ്ത്രീകളും പുരുഷനൊക്കെ അടക്കി വെച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിഖണ്ഡികൾ മാത്രമാണ്, ഈ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമാണ് ഇതിന്റെ ഒരു എമ്പതിയും സിമ്പതിയൊക്കെ സമൂഹത്തിൽ നിന്ന് പറ്റിയെടുക്കുന്നത് മാത്രം. ബാക്കിയൊക്കെ പേരിനുള്ള ആളുകളെന്ന് മാത്രം ഈ കമ്മ്യൂണിറ്റിയുടെ ഉള്ളില്. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. പക്ഷെ ഈ അർജുൻ ശ്രീകുമാർ അർജുൻ തന്നെ വന്നു പോണായി. ഈ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്ത് തെറ്റാണ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ചെയ്തു കൂട്ടുന്നത് എന്ന് ആലോചിച്ചിട്ടോ അതല്ലെങ്കിൽ ഇത് കണ്ടിട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ അർജുൻ ജയദീപ് എന്ന് പറയുന്ന ആള് അയാൾ ഈ LGBT കമ്മ്യൂണിറ്റിനെ വെളുപ്പിക്കാനും വെള്ളപൂശാനും ഒക്കെ വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് എന്നുള്ളത് അയാൾ തന്നെ പറയുന്നുണ്ട്. ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയില്, ഈ ബോസിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാള് അയാളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, അത് ഈ ബിഗ് ബോസിനുള്ളിൽ ആ ഒരു LGBT കമ്മ്യൂണിറ്റിന്റെ ഒരു പ്രതിനിധി, അതല്ലെങ്കിൽ അതിന്റെ ഒരു ഇതില് നിന്ന് മത്സരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു ആശയങ്ങളൊക്കെ പകർത്തുക, അല്ലെങ്കിൽ ഈ ആശയങ്ങളെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തില് ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സീസൺ 6 അയാൾ അങ്ങനെ തന്നെ വന്നത്. അയാൾ അത് പ്രചരിപ്പിക്കുന്ന, അയാള് ഒരു കമ്മ്യൂണിറ്റിന് മാത്രം എന്തിനോ ടാർഗറ്റ് ചെയ്യുന്ന, അയാള് കുറ്റം പറയുന്ന, പരിഹസിക്കുന്ന, അങ്ങനെയല്ലല്ലോ പറയണത്. മാന്യം മര്യാദയ്ക്ക് ഈ അർജുൻ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട്. അയാൾ അതിനാണ് ഈ അഭിഷേക് ജയദീപ് പറയുന്ന ആ ഒരു കാര്യങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇയാൾ പറയുന്നത്. ഇത് രണ്ടും വേറെ ആശയങ്ങളാണ്. ഒരു ആശയത്തിന് തന്നെ ഇരുവശങ്ങളാണ് രണ്ട് ടീമും. അതിനെന്താണ് പ്രശ്നം? അതിന് ഈ ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള എല്ലാ വായകളും, മരവായും, പായ്വായും, അതല്ലെങ്കിൽ പച്ചവായും, തൈവായും, എല്ലാ വായകളും കൂടെ പോയിട്ടുണ്ട് ഈ അഭിഷേക് ശ്രീകുമാറിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഈ അഭിഷേക് ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാള് എല്ലാം പുഞ്ചിരിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ഒരു ലെവലിൽ എന്തോ ഈ എല്ലാരും പറയപ്പെടുന്നുണ്ട്, ഈ നമ്മുടെ ഷൈക്കോ ഷമീന്റെ പോലെയൊക്കെയുള്ള ഒരു ഇതാണ്. എന്താണ് മോനെ സുഖല്ലേ, മുടിയന്റെ അടുത്ത് പോയിട്ട് മുടിയൊക്കെ വെട്ട് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ് ബോസ് ഇവിടെ കാണിക്കുന്നത്. നൈസായിട്ടുണ്ടത്. പക്ഷെ ഈ LGBT കമ്മ്യൂണിറ്റിനെ ആ ഒരു ആശയം ഇങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഉൾപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളെ അതിനെ അഗൈൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിനെതിരായിട്ട് മറ്റെന്താ പറയാ അഭിഷേക് ശ്രീകുമാർ പറയുന്നുള്ളൂ. അതല്ലാതെ അടിച്ചു പൊളിക്കാനോ അതല്ലെങ്കിൽ ഈ രീതിയിൽ ആക്രമിക്കാനോ തല്ലിക്കൊല്ലാനോ ഒന്നും പോകുന്നില്ല. അയാൾ എന്താണോ പറയുന്നത് അതിനെതിരായിട്ട് മാന്യമതിയായിട്ട് എന്താ പറയാ വിനിമയം മാത്രമേ നടത്തുന്നുള്ളൂ. അല്ലാതെ ആക്രമിക്കുക, കത്തിയെടുത്ത് കുത്തുക, വാളുകൊണ്ട് വെട്ടുക, ബോംബെറിയുക, ആക്രമണം ഒന്നും അവിടെ നടത്തുന്നില്ല. അതിനെന്താണ് ഇത്ര പ്രശ്നം? ഈ എന്താ പറയാ വസന്തങ്ങളായിട്ട് അത് ഇവരെ വസന്തകൾ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. ഈ LGBT കമ്മ്യൂണിറ്റി ചെയ്തു കൂടുന്നത് എന്തോ വലിയ മഹത്വമായിട്ടുള്ള കാര്യമാണോ? ഇവരുടെ ബഹുവർണ്ണ പതാക, പലവർണ്ണ പതാക ഒക്കെ ലോകത്താകെ പിടിച്ച് കൊണ്ടു നടക്കണം എന്നൊക്കെ പറയുന്നത് അത് എല്ലായിടത്തും പറ്റൊന്നുമില്ല. അതൊക്കെ ഈ LGBT കമ്മ്യൂണിറ്റിനെ എന്താ പറയാ ആ ഒരു ഇതിനൊക്കെ താങ്ങിയും അതിൽ ഇതിനൊക്കെ തണലായിട്ടൊക്കെ നിൽക്കുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ അടുക്കളയിൽ പറഞ്ഞാൽ മതി ആ കാര്യങ്ങളൊക്കെ. ഈ LGBT കമ്മ്യൂണിറ്റി അത് ഈ അവരുടെ വികാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ വിചാരങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു രീതിയിലുള്ള ജീവിത ശൈലികളോ അല്ല അവരാരും പരിഹസിക്കാനോ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഉപദ്രവിക്കാനൊന്നും ആരും പോകില്ല. പക്ഷെ സമൂഹത്തിന്റെ ചില വ്യവസ്ഥകളുണ്ട്, നന്മ കലർന്നിട്ട് പല വ്യവസ്ഥകളും ഇല്ലാണ്ടാവുന്നു എന്നുള്ളത് മാത്രമാണ് ഈ അഭിഷേക് ശ്രീകുമാർ അവിടെ തുറന്നു കാണിക്കുന്നത്. അത് മാത്രമാണ് പറയുന്നത്. ഈ LGBT കമ്മ്യൂണിറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് അണ്ടനെന്നും അതല്ലെങ്കിൽ ഷണ്ടനെന്നും മച്ചിയും
ഒക്കെ ഈ കുട്ടികളില്ലാത്ത സ്ത്രീ പുരുഷന്മാരൊക്കെ പല രീതിയിലും സമൂഹം കളിയാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് ഈ LGBT കമ്മ്യൂണിറ്റിന്റെ ഉള്ളില്. പിന്നെ ഗ്യാസ് ഉണ്ട്, ഈ അല്ല ഈ ലെസ്ബിയൻസും പല ടീംസിനും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിനെ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഈ ശിഖണ്ഡികള്, അതായത് ഈ ഹിജഡകൾ, ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമാണ് ഇതിന്റെ ഒരു എമ്പതിയും സിമ്പതിയൊക്കെ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നതെന്ന് മാത്രം. ബാക്കിയുള്ള ടീംസ് ഈ പണ്ട് കുട്ടികളില്ലാത്ത ഈ ബീജോ അണ്ടൊന്നും ശരിക്കും പ്രവർത്തനമൊന്നും ഇല്ലാത്ത സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇതിൽ വെറുതെ എങ്ങനെ സമൂഹത്തിന്റെ എമ്പതിയും സിമ്പതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൂടത്തിൽ വെച്ചതാന്ന് മാത്രമേ ഉള്ളൂ. ഈ ശിഖണ്ഡികൾക്ക് മാത്രമാണ് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും കിട്ടുന്നത്, വേറെ ആർക്കും ഒന്നും കിട്ടുന്നില്ല. ഈ അർജുൻ അഭിഷേക് ശ്രീകുമാർ ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്തെങ്കിലും ആക്രമണമൊന്നുമല്ല. അയാൾക്ക് എന്താണോ പറയാന്നുള്ളത് അയാളെ പറയണുള്ളൂ. അയാളെ വായോട് എന്തിനാ മൂടി കിട്ടുന്നത്? ഇതിന്റെ ഒക്കെ അയാൾ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സമൂഹം പല രീതിയിൽ നശിക്കും, സമൂഹത്തിന് ഏറ്റവും വലിയ നാശം കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് ഇത്. ഈ ഒരു കമ്മ്യൂണിറ്റിന് മാത്രമേ എതിർപ്പുള്ളൂ, അതിലുള്ള ആളുകളുടെ വ്യക്തിന്റെ അടുത്ത് എതിർപ്പില്ല. ഈ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിലുള്ള ആശയങ്ങളെ ഒരു കുത്തിവെക്കണേ, സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ പോയി കണ്ട് ഈ പലവർണ്ണ പതാകയും പൊക്കി പിടിച്ച് കുത്തിവെക്കണേ ആ ആശയത്തിലൂടെ മാത്രം ഇവിടെ എല്ലാവർക്കും എതിർപ്പുള്ളൂ. അല്ലാതെ ആർക്കും ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവരുടെ വിചാരങ്ങളോ അല്ലെങ്കിൽ വികാരങ്ങളോ ഇവർക്ക് ഏതൊക്കെ രീതിയിൽ മനുഷ്യന്മാരുടെ അടുത്തോ മൃഗങ്ങളുടെ അടുത്തോ എങ്ങനെ സെക്സ് അല്ലെങ്കിൽ എന്താ ആസക്തി എങ്ങനെ ഏതൊക്കെ രീതിയിലെന്നൊക്കെ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അത് സമൂഹത്തിൽ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ കൊണ്ടെടുക്കുമ്പോൾ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്.